ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രകാശേട്ടാ, വസന്തേച്ചി പറഞ്ഞു കേട്ടല്ലോ, നമ്മുടെ ലക്ഷ്യം ആ ഇൻഷുറൻസ് തുകയാ. അത് കിട്ടുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഓരോ ചൂടും വെക്കാൻ. ഓഹോ, അപ്പോ സ്വന്തമായിട്ട് കാശിറക്കി സിഗരറ്റ് വലിക്കാനൊക്കെ തുടങ്ങിയല്ലേ? തന്നെ ഒരുപാട് വലിച്ചു തള്ളിയിട്ടുണ്ടല്ലോ. നീ കേൾക്കുന്നില്ലടാ അകത്തട്ടഹാസവും ബഹളമൊക്കെ. ഞാൻ രണ്ടിനും ചവിട്ടിപ്പുറത്താക്കുമായിരുന്നു. ആനയിച്ച് കയറ്റിയിരിക്കുക. തള്ള മീനാക്ഷിയെ കെട്ടിയൊരുക്കി നടക്കുന്നത് കാണുമ്പോ എന്റെ തൊലിയുരിയ. ഏട്ടാ, എനിക്കിതൊക്കെ പിടിച്ചിട്ടാണെന്നാണോ ഏട്ടൻ വിചാരിക്കുന്നേ? അവിടെ ഒരുത്തിക്ക് പൂക്കലെടുത്ത് കൊടുത്ത തുള്ളുന്ന രീതിയിൽ അകത്തിരിക്കുക. അതും ഭദ്രകാളിയല്ല, ഒരുമാതിരി രക്തചാമുട്ടിയെ പോലെ. സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് പേടിയാവുന്നു. രക്തചാമുണ്ടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദേ വരുന്നു വേറൊരു ദുർഭൂതം, വസന്തേച്ചി. അല്ല, ദേ ഇതൊന്ന് പിടിച്ചേ. ഞാൻ വലിക്കുന്നത് വസന്തേച്ചി കാണണ്ട, അതാ നല്ലത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇവിടെ വലിച്ചുകൊണ്ടിരിക്കുവാന്നോടാ. എടാ, ഇങ്ങനെ പോയാൽ നമ്മുടെയൊക്കെ കാര്യം കട്ടപ്പോയാകും. എടാ, നമ്മളൊക്കെ വിളിച്ചപ്പോ തന്ത എന്തോന്നാ പറഞ്ഞത്? പിറന്നാൾ ആഘോഷം വേണ്ട, ഒരു മാങ്ങാത്തൊലിയും വേണ്ടാന്ന് പറഞ്ഞ് ഭീഷ്മശബ്ദം എടുത്ത് നിൽക്കുമല്ലായിരുന്നോ? എന്നിട്ട് അവനും അവളും വന്നപ്പോ പിറന്നാൾ ആഘോഷിക്കാൻ എന്താ ഉത്സാഹം. ഇവിടെ പിറന്നാൾ ആഘോഷം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ആ വിനുവിനെ മീനാക്ഷിയെ ചവിട്ടി പുറത്താക്കാൻ പോവാ. പ്രകാശ, നീ അവിവേകം ഒന്നും കാണിക്കില്ലേ? ഇത്രയും നേരം എല്ലാം പ്ലാൻ ചെയ്തു കൊണ്ടുവന്നിട്ട് നീ എല്ലാം നശിപ്പിക്കാൻ പോവാണോ? ഇങ്ങോട്ട് വന്നേ. എടാ, അവനീ വലിച്ചു കയറ്റുന്നത് എന്തോ തേങ്ങയാടാ. അല്ല, സംശയം കൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ മൊത്തത്തില് ലഹരിയുടെ കാലമാണല്ലോ. നീ വന്നേ. മോനെ പ്രകാശ, ബുദ്ധിപരമായിട്ട് വേണം ഓരോ നീക്കങ്ങളും. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ആ ഇൻഷുറൻസ് തുകയൊന്ന് കയ്യിൽ കിട്ടട്ടെ, പിന്നെ എന്ത് വേണേലും ആയിക്കോ. ഞാൻ സതീഷേട്ടനോടും മക്കളോടും ഇന്ന് അച്ഛന്റെ പിറന്നാളാണെന്നൊന്നും പറഞ്ഞില്ല. അച്ഛനൊരു ചെറിയ പനിയാണ്, ഒന്ന് നോക്കിയിട്ട് വരാന്നും പറഞ്ഞിട്ടാ വന്നത്. സതീഷേട്ടൻ വന്നാ പിന്നെ മൊത്തം ചെലവാ. പിറന്നാളായതുകൊണ്ടേ അച്ഛനൊരു ഗിഫ്റ്റും ചുമന്നോണ്ടേ വരത്തുള്ളൂ. മാത്രമല്ല, നമ്മുടെ പ്ലാനിങ്ങൊക്കെ അയാൾ പൊളിക്കും. പ്രകാശേട്ടാ, വസന്തേച്ചി പറഞ്ഞു കേട്ടല്ലോ, നമ്മുടെ ലക്ഷ്യം ആ ഇൻഷുറൻസ് തുകയാ. അത് കിട്ടുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഓരോ ചൂടും വെക്കാൻ. എടാ, ഞാൻ അവളില്ലെങ്കിലേ എല്ലാരും എന്നെ തിരക്കും. നിങ്ങളെ പോലല്ല. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. പ്രകാശ, ശ്വാസകോശ സ്പോഞ്ച് പോലെയാ. ചിലയെടുത്ത് പുക, ചിലയെടുത്ത് ചാരം. ചാരമാകാതെ വലി നിർത്തട. അവന്റെ ഒരു സിഗരറ്റ്. എങ്ങനെയെങ്കിലും ആ ഇൻഷുറൻസ് തുക എനിക്ക് സ്വന്തമാക്കണം.
ഇൻഷുറൻസ് തുക വന്നിട്ട് തിന്നാനിരിക്കുക 2 എണ്ണം. അതിന് കയ്യിൽ കിട്ടട്ടെ, ഈ വസന്ത ആരെന്ന് കാണിച്ചു തരാം. അച്ഛന്റെ ഇൻഷുറൻസ് തുക സ്വന്തമാക്കാൻ നടക്ക രണ്ടുപേരും. അത് കൈ കിട്ടിയാൽ എന്റെ പൊടി പോലും കാണില്ല എന്റെ പൊന്നു മക്കളെ. കൊട്ടാ